അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനം നിറഞ്ഞ സഹോദരങ്ങളെ, അതിപ്രധാനമായ ഒരു ദിക്റാണ് ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇത് നിങ്ങൾ ഈ ഹദീസിൽ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുന്നത് 70ഓളം വ്യത്യസ്ത ബലാഉകളിൽ നിന്ന് ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകും എന്നതാണ്. അള്ളാഹു 70ഓളം ബലാകളിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുന്നു എന്ന് പറയുമ്പോൾ ഇത് ചൊല്ലിയ ദിവസം നമ്മൾ സാധാരണഗതിയിൽ അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷ നൽകും. സാമ്പത്തിക വിഷയം അതിൽപ്പെട്ടതാണ്, ശാരീരികമായ പ്രയാസങ്ങൾ അതിൽപ്പെട്ടതാണ്, മാനസികമായ സംഘർഷങ്ങൾ അതിൽപ്പെട്ടതാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് പൂർണ്ണമായും സംരക്ഷണം ഈ ഒരു ദിക്റിലൂടെ ലഭ്യമാകുമെന്ന് പറയുമ്പോൾ ഒരു ദിവസം പോലും ഇത് മുടക്കാതെ കൊണ്ടുപോകൽ നമുക്ക് വേണ്ടി നമ്മളുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായും എല്ലാവരും കാണുകയും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, മൻ സ്വല്ലൽ ഗദാത, ഒരാൾ സുബഹി നമസ്കരിച്ചാൽ. അപ്പൊ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം സുബഹി നമസ്കാരത്തിന്റെ കാര്യമാണ്. പലരും വലിയ തോതിൽ വീഴ്ചകൾ സംഭവിക്കുന്ന ഒരു നമസ്കാരമാണ് സുബഹി നമസ്കാരം. സുബഹി നമസ്കാരം നിർവഹിക്കാതെ അല്ലെങ്കിൽ മറ്റു നമസ്കാരങ്ങൾ നിർവഹിക്കാതെ നമ്മൾ എന്ത് ദിക്റ് ചൊല്ലിയിട്ടോ എന്ത് പടച്ചവനോട് ചോദിച്ചിട്ടോ ഒരു കാര്യമല്ല. സുബഹി നമസ്കരിച്ചാൽ തന്നെ ഫഹുവ ഫീ ദിമ്മത്തില്ല, അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് എന്ന് സ്വഹീഹായ ഹദീസിൽ മുത്തുനബി നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, നിങ്ങൾ ആരെങ്കിലും സുബഹി നമസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നവരാണെങ്കിൽ, ഖളാ ആക്കുന്നവരാണെങ്കിൽ, അതിൽ ഒരു ഗൗരവത്തിൽ എടുക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ സുബഹി നമസ്കാരത്തിന്റെ വിഷയത്തിലാണ് എന്ന് അടിവരയിട്ടോളൂ. നിങ്ങൾ ഒരാൾ സുബഹി നമസ്കരിച്ച് തിരിച്ചു പോരുന്ന സമയത്ത്, പള്ളിയിലേക്ക് പോകുന്ന വ്യക്തിയാണെങ്കിൽ ജമാഅത്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുമ്പോൾ, വീട്ടിൽ നമസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ നമസ്കാരം കഴിഞ്ഞ് അവന്റെ ഏർപ്പാടിലേക്കൊക്കെ തിരിയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മുത്തുനബി പഠിപ്പിക്കുകയാണ്, لا حول ولا قوة إلا بالله ولا حيلة ولا احتيال ولا ملجأ ولا منجا ولا مفر من الله إلا إليه. ഒന്നും കൂടി ചൊല്ലിത്തരാം. لا حول ولا قوة إلا بالله ولا حيلة ولا احتيال ولا ملجأ ولا منجا ولا مفر من الله إلا إليه. ഈ ദിക്ർ ഒരാൾ 7 തവണ ചൊല്ലിയാൽ, സുബഹി നമസ്കാരം കഴിഞ്ഞ് ഈ ദിക്ർ 7 തവണ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ ദഫഅല്ലാഹു അൻഹു 70 നൗഅൻ മിനൽ ബലാഅ്, അല്ലാഹു സുബ്ഹാനഹു വ തആല 70 വ്യത്യസ്ത ഇനത്തിലുള്ള ബലാഅകളിൽ നിന്ന് ആ മനുഷ്യന് സംരക്ഷണം നൽകുമെന്ന് ലോകത്തിന്റെ നേതാവ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനോടുകൂടെ വിശ്വാസത്തോടുകൂടെ ചെയ്യാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സന്നദ്ധരാവും. ഒരു ദിക്ർ കൂടി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ്. മൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് 100 മറ ഫീ കുല്ലി യൗമിൻ ലം യുസിബഹു ഫഖറുൻ അബദാ. 100 തവണ എല്ലാ ദിവസവും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരിക്കലും അവന് ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. 2 പ്രധാനപ്പെട്ട ദിക്റുകളെ സംബന്ധിച്ചാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിച്ചത്. ഇതൊന്ന് മുറുകെ പിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റുള്ള ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുത്ത് ഇതിന്റെ മഹത്വം അവരെ കൂടി അറിയിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തണമെന്ന് സൂചിപ്പിക്കുന്നു. അള്ളാഹു ദാരിദ്ര്യത്തിൽ നിന്നും എല്ലാവിധത്തിലുള്ള ബലാകളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.